ജിബ്രാൻ്റെ ഒരു വിവരണമുണ്ട്. മലമുകളിൽ നിന്നും ഈശോ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. മന്ദമാരുതൻ്റെ തെന്നലേറ്റ് അഴിച്ചിട്ട ഈശോയുടെ മുടികൾ പാറിപ്പറക്കുന്നു. നീല തടാകം പോലെയുള്ള വിരിഞ്ഞ കണ്ണുകൾ. അദ്ദേഹം മുക്കുവരുടെ അടുക്കലെത്തി ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങളുടെ കയ്യിൽ പുതുതായി പിടിച്ച മത്സ്യങ്ങൾ വല്ലതുമുണ്ടോ എന്ന്. അവർ മറുപടി പറഞ്ഞു, ഇല്ല എന്ന്. ഈശോ മുമ്പോട്ട് വീണ്ടും നടന്നു. ഒരു മുക്കുവൻ്റെ അടുക്കലെത്തി അവനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് അവനോട് ചോദിക്കുകയാണ്, പുതുതായി പിടിച്ച മീൻ വല്ലതുമുണ്ടോ എന്ന്. ഈശോയുടെ നോട്ടം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ എന്ന്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. 2024 കടന്നുപോയി 2025 നാം പ്രവേശിക്കുകയാണ്. ഒത്തിരി പ്രതീക്ഷകളും സങ്കല്പങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ട്. 2025 ഈ വർഷം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ ഈ മുക്കുവന്മാരോട് ചോദിച്ചു, പുതുതായി പിടിച്ച മത്സ്യം വലുതുമുണ്ടോ എന്ന്. ഇവിടെ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ കയ്യിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പഴയ ആശയങ്ങൾ, പഴയ ജീവിത രീതികൾ, അവയെല്ലാം മാറ്റിക്കൊണ്ട് ജീവിതത്തിന് ഉന്മേഷവും ഉണർവും നൽകുന്ന ഒരു പുതിയ ആശയത്തോടെ, പുത്തൻ പ്രതീക്ഷയോടെ നമുക്ക് ഈ വർഷത്തെ വരവേൽക്കാം. കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും വരുന്നു പോകുന്നു. മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ തയ്യാറാകണം. വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ വർഷത്തെ നാം എതിരേൽക്കുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ വരുത്താനുള്ള ആഗ്രഹത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം, പ്രാർത്ഥിക്കാം. ഏത് മേഖലയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? നമ്മുടെ കുറവുകൾ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ ആഴത്തിൽ അറിയാവുന്ന പ്രിയപ്പെട്ടവരോട് നമ്മുടെ നന്മകളും കുറവുകളും ആരായുകയും നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ഈ പുതുവത്സരത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്യാം. ഈ പുതുവർഷം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുവാനായി നമുക്ക് തയ്യാറാകാം. എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫസറുണ്ട്. ആ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ഛാ, എൻ്റെ രണ്ടാമത്തെ മകൾ ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള ഒരാളാണ്. ഏകദേശം 14 വർഷം ഞാൻ കോളേജിൽ പഠിപ്പിച്ചു. എനിക്ക് മനസ്സിലായി എൻ്റെ മകൾക്ക് എൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന്. അങ്ങനെ വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ റിട്ടയർമെൻറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ മകൾക്ക് വേണ്ടി ശിഷ്ടജീവിതം മുഴുവൻ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, വലിയൊരു തസ്തികയിലിരുന്നിട്ട് മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരമ്മയുടെ ചിത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നമുക്കറിയാം, ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരുണ്ട്, അവരോടൊപ്പം കളിക്കുന്നവരുണ്ട്, അവരുടെ വേദനകളിൽ പങ്കുചേരുന്നവരുണ്ട്. എന്നാൽ ചില കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും എന്നോടൊപ്പം കളിക്കുവാൻ സമയമില്ല, എന്നെ കേൾക്കുവാൻ സമയമില്ല, എന്നോടൊപ്പം ആയിരിക്കുവാൻ സമയമില്ല എന്ന പരാതിയാണ്. അവരുടെ ടീച്ചേഴ്സിനോടും കൂട്ടുകാരോടും അവരുടെ വേദനകൾ പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അവരത് വെളിപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സമ്പത്ത് ഉണ്ടാവണം. അതിനുവേണ്ടി നാം അധ്വാനിക്കണം.
എന്നാൽ ആഴമേറിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം സമയം ചിലവഴിക്കുമ്പോഴാണ്. മക്കൾ മാത്രമല്ല, ജീവിത പങ്കാളിക്ക് വേണ്ടി, പ്രായം എത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടി, രോഗിയായി കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എത്രമാത്രം നാം സമയം ചെലവഴിക്കുന്നു. അത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ സമയം കണ്ടെത്തുവാൻ, അവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും പങ്കുചേരുവാൻ, അവരോടൊപ്പമായിരിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഒന്ന്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ജോലി മേഖലയെക്കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് വലുതാണ്. ചെയ്യുന്ന ജോലിയിലുള്ള സംതൃപ്തി അത് വളരെ വലുതാണ്. ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡിവൈനിൽ 17 ഭാഷകളിലുള്ള ബൈബിൾ അച്ചടിക്കുന്ന ഒരു പ്രസ്സുണ്ട്. UK-യിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ധാരാളം ബൈബിൾ നമ്മൾ കണ്ടെയ്നറിൽ കയറ്റി അയക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ധാരാളം വർക്ക് ലോഡ് സ്റ്റാഫിന് കിട്ടാറുണ്ട്. അവർക്കതിലൊന്നും പരാതിയില്ല. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഈ വർക്ക് തീർത്തെങ്കിൽ മാത്രമേ കണ്ടെയ്നറിന് കയറി പോവുകയുള്ളൂ. അത് ഷിപ്പ് മാർഗം വഴിയാണ് നമ്മൾ എത്തിക്കുന്നത്. അവരോടൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയമൊന്നും നോക്കാതെ രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു ഗണം സ്റ്റാഫ് അംഗങ്ങളുണ്ട്. അവസാനം ഈ ബൈബിളെല്ലാം 20,000 മുതൽ 25,000 ബൈബിൾ വരെ ഈ കണ്ടെയ്നറിൽ കയറ്റിയതിന് ശേഷം ആ കണ്ടെയ്നർ പുറപ്പെടുന്നതിന് മുൻപ് അതിന് മുമ്പിലിരുന്ന് അവരൊരു ഫോട്ടോ എടുക്കും. ആ ടീം അംഗങ്ങളെല്ലാവരും കൂടെ അവരുടെ മുഖത്തെ സന്തോഷം, ആ ജോലിയിൽ നിന്ന് ലഭിച്ച സംതൃപ്തി, തങ്ങൾ ചെയ്ത ജോലി അതെ അനേക ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സെത്തുകയാണ്. വലിയൊരു സന്തോഷം അവരായിരിക്കുന്ന ജോലിയിൽ അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഈ പുതുവത്സരത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഏർപ്പെട്ട മേഖലയിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ? അതെയോ സമ്പത്ത് വേണം, അതിനു വേണ്ടി അധ്വാനിക്കുന്നു, ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ലേ? എങ്കിൽ നമ്മൾ തീരുമാനമെടുക്കണം. സംതൃപ്തിയാണ് വലുത്. നമ്മൾ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് നാം പ്രവേശിക്കണം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഉള്ള ജോലി കളഞ്ഞ് പുതിയതിലേക്ക് പെട്ടെന്ന് കയറുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി പുതിയ ഒരു ജോലി, അത് ശമ്പളം കുറവായാലും നാം കണ്ടെത്തി അവിടെ സംതൃപ്തി ലഭിക്കണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് വലിയ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഈ പുതുവത്സരത്തിൽ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുക. ഒരിക്കൽ ഒരു മനുഷ്യൻ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം വലിയ ഒരു കൊക്കയിലേക്ക് വീഴുകയാണ്. വലിയ ആഴങ്ങളിലേക്ക് അദ്ദേഹം നിപതിക്കുക. അവസാനം ഏതോ ഒരു വള്ളിയിൽ അദ്ദേഹത്തിന് പിടികിട്ടി. പിടിച്ചിങ്ങനെ ഞാഴ്ന്ന് പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, പിടിവിടുക എന്ന്. അദ്ദേഹം പിടിവിട്ടില്ല. കാരണം പിടിവിട്ടാൽ ആഴങ്ങളിലേക്ക് പോകും, ജീവിതം അവസാനിക്കുമെന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം അവിടെ തന്നെ തൂങ്ങിക്കിടന്നു. പ്രഭാതത്തിൽ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇദ്ദേഹം ആ മരത്തിൽ ഒരു വള്ളിയിൽ പിടിച്ചിട്ടുണ്ട്, അവിടെ മരിച്ചു കിടക്കുകയാണ്, പിടിച്ച് മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം. എന്നാൽ അദ്ദേഹം പിടിവിട്ടായിരുന്നെങ്കിലോ ഏകദേശം 3-4 അടി താഴെ അദ്ദേഹം എത്തുകയും രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് നൽകുന്നൊരു ഗുണപാഠമുണ്ട്. വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മുടെ കംഫർട്ട് സോൺ, നമ്മളായിരിക്കുന്ന സുഖം നൽകുന്ന ആ അവസ്ഥ, അവയിൽ നിന്നൊക്കെ ഒന്ന് വ്യതിചലിച്ച്
പോകുവാനായിട്ട് സാധിക്കണം. സംതൃപ്തി ലഭിക്കുന്ന മേഖലയിലേക്ക് പോകാനായിട്ട്, സന്തോഷത്തോടെ വ്യാപരിക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കുക. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൈമിഷിക സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം സ്നേഹമുള്ളവരെ. നമുക്കറിയാം, ഇരുട്ടിൽ കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇരുട്ട് സുഖപ്രദമായി തോന്നും. എന്നാൽ ജീവിതം മുഴുവൻ ഒന്ന് വിലയിരുത്തുമ്പോൾ വലിയൊരു അന്ധകാരത്തിന് മേഖലയിലാണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നൈമിഷിക സുഖത്തിൻ്റെ പുറകെ പായുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ആ നൈമിഷിക സുഖങ്ങളെ ഉപേക്ഷിച്ചാൽ വലിയ ആനന്ദവും സ്വസ്ഥതയും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ലഭിക്കും. ഒരു യാത്രാ വിവരണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കൊടും വേനലിൽ കുരങ്ങന്മാർ വനത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ വരുന്ന കുരങ്ങന്മാരെ പിന്തുടർന്നു കഴിഞ്ഞാൽ വനത്തിൻ്റെ മധ്യത്തിൽ എവിടെയാണ് വെള്ളമുള്ളതെന്ന് മനസ്സിലാക്കുവാനായി ഈ ഗോത്രവർഗക്കാർക്ക് സാധിക്കുമായിരുന്നു. ആയതിനാൽ ഈ കുരങ്ങന്മാരെ പിടിക്കുവാൻ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുടത്തിൽ ശർക്കര കഷ്ണങ്ങൾ നിക്ഷേപിക്കും. കുടത്തിന് വെളിയിലും ശർക്കര കഷ്ണങ്ങൾ വിതറിയിടും. കുടത്തിനുള്ളിൽ വലിയ ഗോളാകൃതിയിലുള്ള ശർക്കര നിക്ഷേപിക്കും. കുരങ്ങൻ ഈ ശർക്കര കണ്ട് ഈ കുടത്തിന് അരികിലേക്ക് എത്തുകയാണ്. അവൻ ഈ കുടത്തിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. നല്ല മഞ്ഞ നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന ശർക്കര കാണുവാൻ സാധിക്കും. അവൻ കുടത്തിന് വെളിയിലുള്ള ശർക്കരയെല്ലാം കഴിക്കും. പിന്നീട് അവൻ പതുക്കെ ഈ കുടത്തിനുള്ളിലേക്കൊന്ന് ഏറുകണ്ടിട്ട് നോക്കും. അങ്ങനെ ആ കുടത്തിലുള്ള വലിയ ശർക്കര, ഗോളാകൃതിയിലുള്ള ശർക്കര എടുക്കുവാനുള്ള ഒരു മൽപ്പിടുത്തത്തിലാണ്. കുറേ കഴിയുമ്പം അവൻ ആ കൈയൊക്കെ വിട്ടതിന് ശേഷം ആ കൈയെടുത്ത് ഒന്ന് നക്കി നോക്കും. നല്ല മധുരം. ആ മധുരം, ആ സുഖം ലഭിച്ചു കഴിഞ്ഞപ്പം പൂർവാധികം ശക്തിയോടെ അവൻ ആ വീണ്ടും കുടത്തിലേക്ക് കൈയിടുകയാണ്. ഗോളാകൃതിയിലുള്ള ശർക്കര വലിച്ചെടുക്കുവാനുള്ള ഒരു തത്രപ്പാട്. അവനത് ലഭിക്കില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഗോളാകൃതിയിലുള്ള ശർക്കര ഉപേക്ഷിച്ച് കൈ വലിച്ചെടുക്കാം. അവനത് ചെയ്യത്തില്ല. അങ്ങനെ ആ മൽപ്പിടുത്തം നടത്തുന്ന സമയത്ത് ഗോത്രവർഗക്കാർ വന്ന് ആ കുരങ്ങനെ ബന്ധിക്കും. ബന്ധിച്ച് ധാരാളം ഉപ്പ് തീറ്റിക്കും. നമുക്കറിയാം, ഉപ്പ് തിന്നു കഴിഞ്ഞാൽ വലിയ ദാഹമാണ്. ഈ കുരങ്ങൻ വനാന്തരങ്ങളിൽ വെള്ളമുള്ള വശം സ്ഥലമറിയാം, അവിടേക്ക് ഓടുകയാണ്. ഈ ഗോത്രവർഗക്കാരും ഈ കുരങ്ങനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അവസാനം ജലാശയത്തിലെത്തി ഈ ഗോത്രവർഗക്കാർക്ക് ആവശ്യമുള്ള ജലം ശേഖരിക്കുന്നു. പിന്നീട് ഇവർക്ക് എപ്പോഴൊക്കെ ജലം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഈ കുരങ്ങനെ ഉപ്പ് തീറ്റിക്കും. ഈ കുരങ്ങനോടൊപ്പം ജലാശയത്തിലേക്ക്, വനത്തിൻ്റെ നടുഭാഗത്തേക്ക് ഓടിയെത്തും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈ പുതുവത്സരം ആചരിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നിറങ്ങിത്തിരിക്കാം. നൈമിഷിക സുഖങ്ങൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ കീഴ്പ്പെടുത്തും. ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. ഈ കുരങ്ങൻ്റെ അവസ്ഥ ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മിൽ ഉണ്ടാകാറുണ്ടോ? സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷം ആചരിക്കുന്ന അവസരത്തിൽ ബോധപൂർവം ചെയ്യുന്ന തെറ്റ് ഏതാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അവയുടെ ആധിപത്യം, ആ ആധിപത്യം അതിൽ നിന്ന് ഒഴിവാകുവാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഈ ഒരു ചെറിയൊരു കാര്യം മാറ്റിയാൽ ജീവിതം എത്രയോ സുന്ദരമാണ് എന്ന്. എന്നാൽ നമ്മൾക്ക് സാധിക്കാത്ത നിമിഷങ്ങളുണ്ട്. ഈ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകൾ, നൈമിഷിക സുഖത്തിൻ്റെ പുറകെയുള്ള പരക്കം പാച്ചിൽ, ഇതിൽ നിന്നുള്ള വലിയൊരു മോചനത്തിനായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്
വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരോട് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ രമ്യപ്പെടുവാനായിട്ട് തയ്യാറാകണം. ഇനി ഇന്നത്തെ മിത്രം നാളത്തെ മിത്രമാകണമെന്ന് നിർബന്ധമില്ല. ഇന്നത്തെ ശത്രു നാളത്തെ ശത്രുവാകണമെന്നും നിർബന്ധമില്ല. അത് മാറി മറിഞ്ഞു വരും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇവയൊക്കെ ചിലപ്പോൾ വലിയ അകൽച്ചകളിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. നമുക്കറിയാം, പണ്ടൊക്കെയുള്ള കാലങ്ങളിൽ ഒന്ന് രമ്യതപ്പെടണമെങ്കിൽ ഒരുപക്ഷെ 20, 30, 50 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളെത്തണം. അതുമല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ ഒരാഴ്ച സമയമെങ്കിലും വേണം ആ ലെറ്റർ കിട്ടുവാനായിട്ട്. ഇന്ന് അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ആ വ്യക്തികളെ ഒന്ന് വിളിക്കാം. 1 മിനിറ്റ് സമയം മാത്രം മതി. അങ്ങനെയെങ്കിൽ നമുക്ക് 10 പേരോട് ദേഷ്യമോ വിരോധമോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് അസ്വസ്ഥതയുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഫോണൊന്നെടുക്കാം, അവരെ ഒന്ന് വിളിക്കാം, സ്നേഹത്തോടെ ഒരു സംഭാഷണം നടത്താം. ആ ഒരു സാഹചര്യം, ആ ഒരു സംഭാഷണം വലിയ ഊർജമാണ് നമുക്ക് നൽകുന്നത്. ആ തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. ഈ പുതുവർഷത്തിൽ ദൃഢമായ പ്രതിജ്ഞയെടുക്കാം, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒന്ന് പുനരുദ്ധരിക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഒരുപക്ഷെ ചില വ്യക്തികളെ വിളിക്കുമ്പോൾ അവർ അതിനനുസരിച്ച് പ്രതികരിക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഒരു ദിവസമുണ്ട്, രമ്യപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ ആരോടെങ്കിലും ദേഷ്യമോ വിരോധമോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെയും വഹിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഹിച്ചു നടക്കുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷം മാറി മറിഞ്ഞു പോകുന്നു. നമുക്ക് വേണ്ടത് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണ്, സംതൃപ്തിയോടെയുള്ള ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനരുദ്ധരിക്കുവാനായിട്ട് ഈ വർഷം നമ്മൾ ശ്രമിക്കണം. നമ്മളൊക്കെ ജീവിക്കുവാനായിട്ട് തത്രപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ നാം അറിയാതെ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാറുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ 3-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മകനെ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നീ ആരോഗ്യവാനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം അത് വലുതാണ്, അത് നമ്മൾക്ക് വേണം. ഒരുപക്ഷെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറുമൊക്കെയുള്ള വ്യക്തികളുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടും. അങ്ങനെയെങ്കിൽ ആരോഗ്യം കാത്തു സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഈ വർഷം ശ്രമിക്കണം. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കുവാൻ സാധിക്കണം. കൈയൊക്കെ വീശി ഒരു 10-20 മിനിറ്റ് ഒന്ന് നടന്നു കഴിയുമ്പോൾ മനസ്സിന് ആരോഗ്യം ലഭിക്കുന്നു, ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നു. പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ പുഴകളുണ്ടാവാം, വൃക്ഷങ്ങളുണ്ടാവാം, അവയിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പം വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നത്, വലിയ ഊർജമാണ് ലഭിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പം ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനായി നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ആ ശക്തിയും ഊർജവും സന്തോഷവും ഒക്കെ കാണുമ്പം മറ്റുള്ളവർക്കും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു തോന്നലുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം എത്ര നാളെ ഉണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുവിൽ ആനന്ദിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. സ്നേഹമുള്ളവരെ, സന്തോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ. ആ സന്തോഷം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ പ്രവേശിക്കരുത്. കാരണം എല്ലാവർക്കും അവരുടേതായ ജീവിത രഹസ്യങ്ങളും പറയാൻ പറ്റാത്ത വേദനകളുമൊക്കെ ഉണ്ട്. അവയൊക്കെ ചോദിച്ചറിയുവാനായിട്ട് നാം ശ്രമിക്കരുത്.
അവർ പങ്കുവയ്ക്കുകയാണെങ്കിൽ അത് കേൾക്കാം. കുത്തിയുള്ള ചോദ്യങ്ങൾ അത് അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയുള്ളൂ, അവരുടെ സന്തോഷത്തെ നശിപ്പിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഈ പുതുവത്സരത്തിൽ നാം ശ്രമിക്കണം. വിശ്വാസം കാത്തു സൂക്ഷിക്കാനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നന്ദി പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 18ഉം 19ഉം വചനം പ്രധാനപ്പെട്ടതാണ്. മകനെ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു. വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നിന്ന് നദികളും ഞാൻ പുറപ്പെടുവിക്കും. ഒരുപക്ഷേ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വേദനയുടെ നൊമ്പരത്തിൻ്റെ കഥകൾ പറയുവാനുണ്ടാകും. എന്നാൽ ഈ വേദനകളും നൊമ്പരങ്ങളുമെല്ലാം ശാശ്വതമല്ല. ഇതൊക്കെ മാറും. ഒരു സുപ്രഭാതത്തിൽ ഈ വേദനകളും നൊമ്പരങ്ങളും മാറും. ഈ വേദനകളും നൊമ്പരങ്ങളുമൊക്കെ സമ്മാനിച്ച ആ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി സന്തോഷത്തോടെ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രതീക്ഷയോടെ ജീവിതങ്ങളിൽ നാം മുന്നേറണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മുമ്പോട്ടുള്ള ജീവിതം ദുസ്സഹമാണ്. പലരും ഒറ്റപ്പെടാനുള്ള കാരണം, പല കുടുംബങ്ങളും ആത്മഹത്യയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ ചുറ്റുമുള്ളവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുവാൻ ഈ പുതുവത്സരത്തിൽ നമ്മൾ തയ്യാറാകണം. വചനം പറയുന്നത് ഇപ്രകാരമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം. തളർന്നവന് അവിടുന്ന് സൗഖ്യം നൽകുന്നു, ദുർബലന് ശക്തി നൽകുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ തളർന്ന അവസ്ഥയിലാണെങ്കിൽ, ദുർബലമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ആരോടും പറയാൻ പറ്റാത്ത വേദനകളിലൂടെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പരിഭ്രമിക്കേണ്ട. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ പുതുവത്സരത്തിൽ നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിലേക്ക് തിരിയാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പുതുവത്സരത്തിൽ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം പങ്കുവെച്ചു ജീവിക്കുവാൻ, ആഴമേറിയ വിശ്വാസത്തിലേക്ക് വരുവാൻ, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.